അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇത്രയും കാലം ഇന്ത്യയിൽ നമുക്കൊന്നും വിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഇന്ത്യയെ ഞാൻ എക്സ്പോസ് ചെയ്തപ്പോൾ ഇന്ത്യ ഇപ്പോൾ താരിഫ് കുറയ്ക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ട്രംപിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രൊവോക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ട്രംപ് ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, മോദിയുമായിട്ടും വ്യക്തിപരമായി നല്ല ബന്ധമുണ്ട്. പക്ഷെ ട്രംപ് സുഹൃത്ത് രാജ്യങ്ങളോട് പോലും ഒരുതരം അഹങ്കാരത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അത് ഇന്ത്യയോട് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളോടായിക്കോട്ടെ, അവരുടെ ഏറ്റവും അടുത്ത രാജ്യമായ ബ്രിട്ടൻ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ. അതായത് ഇപ്പോൾ സൗത്ത് കൊറിയ എന്ന് പറയുന്നത് അവരുടെ വെസൽ സ്റ്റേറ്റ് ആണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളോട് പോലും, ജപ്പാനോട് പോലും ഈ ഒരു ഒരു എന്താ പറയുക, അഹങ്കാരത്തിന്റെ ഭാഷയുണ്ട്. ഇന്ത്യയോട് ട്രംപ് സ്വീകരിക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യ അനാവശ്യമായിട്ട് അമേരിക്കൻ പ്രോഡക്റ്റുകളിൽ നികുതി ചുമത്തുന്നു എന്ന രീതിയിലാണ്. ശരിയാണ്, ഇന്ത്യ ചില ഉൽപ്പന്നങ്ങൾക്ക് 100-ൽ കൂടുതൽ ശതമാനം വരെ നികുതി ചുമത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നമ്മൾ അങ്ങനെ നികുതി ചുമത്തിയിട്ടില്ല. ഉദാഹരണത്തിന് എത്ര അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എത്രയോ കമ്പനികൾ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, KFC ആയിക്കോട്ടെ, മക്ഡൊണാൾഡ് ആയിക്കോട്ടെ, ഡൊമിനോസ് പിസ്സ ആയിക്കോട്ടെ, പിസ്സ ഹട്ട്, സ്റ്റാർബക്സ്, സബ്വേ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ അമേരിക്കയിലെ വമ്പൻ കമ്പനികൾ, പ്രത്യേകിച്ച് ഈ ഫുഡ് ചെയിൻ നെറ്റ്വർക്കുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ജോൺസൺ ആൻഡ് ജോൺസൺ, ഫൈസർ, അതുപോലെ ജനറൽ മോട്ടോഴ്സ്, കൊക്കക്കോള, പെപ്സിക്കോ, ഇതെല്ലാം അമേരിക്കൻ കമ്പനികളല്ലേ. പോട്ടെ, മൈക്രോസോഫ്റ്റ്, IBM, ഗൂഗിള്, ആമസോൺ, ഇന്ത്യയിൽ ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഇതെല്ലാം. ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറിച്ചിപ്പോ ടെസ്ല പോലെയുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ നേരിട്ട് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ നികുതി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അവർ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഫാക്ടറി തുടങ്ങി, ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങി, ഇന്ത്യയിൽ അവർക്ക് വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് ടാക്സ് ബെനിഫിറ്റുകളോടുകൂടി വിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവർക്ക് ടാക്സ് അധിക താരിഫ് നൽകേണ്ടതായി വരും. ട്രംപ് പറയുന്നതിൽ കുറച്ച് ന്യായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് എല്ലാ അമേരിക്കൻ പ്രോഡക്റ്റുകളെയൊന്നും ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ പൂർണ്ണമായി തടഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചൈന ചെയ്ത പോലെ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ നമുക്കിവിടെ തടയാമായിരുന്നു. പക്ഷെ നമ്മൾ അത് ചെയ്തിട്ടില്ല. ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രംപ് ഒരു മണ്ടനാണ്. പറയുന്നുണ്ട് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു മണ്ടനാണ്. മണ്ടനെന്ന് വെച്ചാൽ പുള്ളിക്ക് ബ്രിക്സിൽ ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് അറിയത്തില്ല, ബ്രിക്സിലെ അംഗങ്ങൾ അറിയില്ല. അതാണ് ഏറ്റവും കോമഡി. ഈ അടുത്തിടെയാണ് പുള്ളി മനസ്സിലാക്കിയത്. പണ്ട് പുള്ളി വിചാരിച്ചിരുന്നത് നേപ്പാളും ബംഗ്ലാദേശും ഭൂട്ടാനും ഒക്കെ ഇന്ത്യയുടെ സ്റ്റേറ്റുകളാണെന്നാണ്. അങ്ങനെയുണ്ട് മണ്ടത്തരങ്ങൾ. അതുപോലെ തന്നെ ട്രംപിന് ഏതൊക്കെ പ്രോഡക്റ്റുകൾ ഇന്ത്യ വിൽക്കുന്നുണ്ട്, ഏതൊക്കെ വിൽക്കുന്നില്ല എന്നൊന്നും അറിയില്ല. ആ ഇലോൺ മസ്ക് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഇപ്പോൾ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം നേതാക്കളെ അല്ലെങ്കിൽ ഇത്തരം ഭരണാധികാരികളെ ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇവരെ കൊണ്ട് ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ചൈനതാ യുദ്ധമെങ്കിൽ യുദ്ധം എന്നും പറഞ്ഞ് വെല്ലുവിളിച്ചല്ലോ എന്ന്. നോക്ക്, ചൈന 1949 ശേഷം, കമ്മ്യൂണിസ്റ്റ് ചൈന ഉണ്ടായതിനു ശേഷം എത്ര തവണയാണ് അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടുള്ളത്? സോവിയറ്റ് യൂണിയനുമായിട്ട് പിണങ്ങി, അമേരിക്കയുമായി കൂട്ടുണ്ടാക്കി, അമേരിക്കൻ കമ്പനികൾക്ക് ചൈന തുറന്നു കൊടുത്തു. ചൈനയിൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും കമ്പനികൾ വന്ന് നിക്ഷേപം നടത്തുന്നു. ടെസ്ല കാർ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന ചൈനയിലാണെന്ന് നമ്മൾ ഓർക്കണം. ഇങ്ങനെ വൻതോതിൽ അമേരിക്കൻ കമ്പനികൾ ചൈനയിലേക്ക് വന്നു. ചൈന അമേരിക്കയുടെ കൂടെ ഒട്ടി നിന്നു നൈസായിട്ട്. സോവിയറ്റ് യൂണിയനെ പിണക്കിയിട്ടാണെന്ന് കൂടി ഓർക്കണം. ഇങ്ങനെ ഒട്ടി നിന്ന് അത്യാവശ്യം ഒന്ന് വളർന്നതിന് ശേഷമാണ് ഇന്നിപ്പോൾ ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പോലും അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇത് പലർക്കും അറിയില്ല. എല്ലാവരുടെയും വിചാരം ചൈന അമേരിക്കക്കാലൊക്കെ വളർന്നു എന്നാണ്. അമേരിക്കയുടെ ടോട്ടൽ GDP 30 ട്രില്യൺ ആണ്. ചൈനയുടേത് 19-18 ട്രില്യനേ ആയിട്ടുള്ളൂ. അതായത് ചൈനയേക്കാൾ ഒരുപാട് മുന്നിലാണ് US ഇപ്പോഴും. ഇനി GDP പെർ ക്യാപിറ്റ എടുത്താൽ $15,000 താഴെയാണ് ഇപ്പോഴും ചൈന. അമേരിക്കയുടെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷത്തിനടുത്തുണ്ട്. അപ്പൊ ഈ ഘട്ടത്തിൽ ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് സത്യത്തിൽ ബുദ്ധിമോശമാണ്. ഇന്ത്യ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യ സത്യത്തിൽ ചാണക്യന്റെ റൂൾസ്, നരേന്ദ്രമോദി ചാണക്യൻ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യാണ്. നരേന്ദ്രമോദി ഇവിടെ ട്രംപിനോട് കാണിക്കുന്നത് ചാണക്യൻ പറഞ്ഞതുപോലെ ഉപേക്ഷ തന്നെയാണ്. ഉപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥശാസ്ത്രത്തില് വളരെ കൃത്യമായിട്ട് ചാണക്യൻ പറയുന്നുണ്ട്, സ്ട്രാറ്റജിക് ഇഗ്നോറൻസ്. സ്ട്രാറ്റജിക് ഇഗ്നോറൻസ് എപ്പോ ആരോടാണ് നമ്മൾ കാണിക്കേണ്ടത്? ചിലപ്പോൾ നമ്മുടെ ശത്രു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ അമേരിക്ക നമ്മുടെ ശത്രുവുമാണ് സുഹൃത്തുമാണ്. ചില കാര്യങ്ങളിൽ സുഹൃത്തും ചില കാര്യങ്ങളിൽ ശത്രുവും. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന രാജ്യമാണല്ലോ. അപ്പൊ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ മൈനർ ആയിട്ടുള്ള പ്രൊവോക്കേഷൻസിനെ നമ്മൾ കണ്ടില്ലെന്ന് ചിലപ്പോൾ നടിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മളൊന്ന് കണ്ടില്ലെന്ന് നടിക്കുന്നത് നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ നല്ലതായിരിക്കും. എപ്പോഴാണ് നമ്മൾ നമ്മുടെ ശത്രുവിനോട് ഉരുക്കും മുഷ്ടി കാണിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർഡ് പവർ നമ്മൾ കാണിക്കേണ്ടത്? നമ്മൾ ആ രാജ്യത്തിനേക്കാൾ വളരുമ്പോഴാണ്. അല്ലാതെ നമ്മളെക്കാൾ ശക്തനായിട്ടുള്ള ഒരാളെടുത്ത് പോയിട്ട് നമ്മൾ അവിടെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നതെന്ന് പറയുന്നത് ലോക മണ്ടത്തരമല്ലേ? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മതം പൊട്ടി ഒരു ആന വരികയാണ്.
ആ ആന മദം പൊട്ടി വരുന്നു എന്ന് കാണുമ്പോൾ വളരെ ജിമ്മനായിട്ടുള്ള ഒരാള് ആനയുടെ മുമ്പ് പോയിട്ട് ആ മസിലും കാണിച്ചു കൊണ്ടുപോയി നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? മദം പൊട്ടി വരുന്ന ആന എടുത്ത് ചുവരിൽ തേക്കും, അല്ലെങ്കിൽ തറയിലിട്ട് ഒരയ്ക്കും. അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. അത് ആണത്തമാണ്, ധൈര്യമാണ്, നട്ടല് നിവർത്തി നിന്നു എന്നൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ മറ്റവൻ പടമായി എന്നും കൂടി ഓർക്കണം. മറിച്ച് ആന മദം പൊട്ടി നിൽക്കുമ്പോൾ ആനയെ തളയ്ക്കുന്നത് മുമ്പ് പോയി നിന്ന് ഹീറോയിസം കാണിച്ചിട്ടല്ല. നമ്മളെ നാട്ടിൽ ആനയെ തളയ്ക്കാൻ ഇന്ന് വഴിയുണ്ട്, പക്ഷെ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അതുപോലെയാണ് ഇവിടെ അമേരിക്ക എന്ന് പറയുന്നത് വളരെ ശക്തമായ രാജ്യമാണ്. അമേരിക്കയ്ക്ക് നമുക്ക് നേരെ ആണവായുധം ഇട്ട് നമ്മളെ അങ്ങൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു ഫൈറ്റ് പോലും ഉണ്ടാവില്ല. ഇല്ലാതെ തന്നെ ഇന്ത്യയുടെ വളർച്ചയെ തടയാൻ കഴിയുന്ന അത്രയും ശക്തമാണ് അമേരിക്ക. അങ്ങനെ ഒരു രാജ്യത്തിനോട് നമ്മൾ ഇപ്പൊ പോയി വെല്ലുവിളി ചൈന കാണിക്കുന്നത് പോലെ ചെയ്യുന്നത് ബുദ്ധിമോശമാണ്. ആദ്യം നമ്മൾ സ്ട്രെങ്ത് നേടണം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യം. ചന്ദ്രഗുപ്ത മൗര്യൻ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും കൂടെ ഒളിച്ചു താമസിച്ചിട്ടുണ്ട്. അത് ഭീരുത്വമായിരുന്നില്ല, കൂടുതൽ ശക്തി നേടാൻ, കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുള്ള അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു. ആ സമയത്ത് വലിയ ഹീറോയിസം കാണിച്ച് ശത്രുവിന്റെ മുമ്പ് പോയി നിന്നിരുന്നെങ്കിൽ ചാണക്യനും ചന്ദ്രഗുപ്ത മൗര്യനും ചരിത്രത്തിലൊന്നും നമ്മൾ കേൾക്കുക പോലുമില്ല, പടമായി പോയനെ. പക്ഷെ അവര് വീണ്ടും ആ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിട്ട് അത് മാറി. തിരുവിതാംകൂറിന്റെ ചരിത്രം എടുക്കാം. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മയെ കൊല്ലാനായിട്ട് എട്ടുവീട്ടി പിള്ളമാര് അവരുടെ അനുചര വൃത്തങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. അന്ന് മാർത്താണ്ഡവർമ്മ ചെറിയ പ്രായം കൂടിയാണ്. ഞാൻ വലിയ രാജാവാണ്, ഞാൻ വലിയ പവർഫുൾ ആളാണെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പ് പോയി നിന്നു കൊടുത്തിരുന്നെങ്കിൽ പടമായി പോയനെ. പക്ഷെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ജീവനും കൊണ്ട് ഓടി. ആദ്യം സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തി, എന്നിട്ട് ഒളിഞ്ഞിരുന്ന് ശത്രുവിനെ മനസ്സിലാക്കി തന്ത്രങ്ങൾ മെനഞ്ഞ് ശത്രുവിനെ തീർത്ത് രാജ്യം പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിച്ചു. പിന്നെ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇന്ന് കാണുന്ന, നമ്മൾ ചരിത്രത്തിൽ കേൾക്കുന്ന ട്രാവൻകൂർ എന്ന് പറയുന്ന, തിരുവിതാംകൂർ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന് അടിത്തറവായി. ഇവിടെ നരേന്ദ്രമോദി ചാണക്യന്റെ തന്ത്രങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അഹങ്കാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുള്ള രാജ്യത്തിന്റെ പതനം സ്വാഭാവികമായി തന്നെ സംഭവിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യം പോലുമില്ല. നമ്മുടെ യാതൊരു പ്രയത്നവും ഇല്ലാതെ തന്നെ ശത്രു ആപത്തിൽപ്പെടുകയും ക്ഷീണിക്കുകയും ചെയ്യുന്നത് സന്തോഷകരമാണ്. ക്ഷീണിതനായ ശത്രുവിനെ നശിപ്പിക്കുക എളുപ്പമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് നിന്നു കൊടുക്കുക. ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചെറിയ പ്രൊവോക്കേഷൻസിനെ നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കുക. നയപരമായിട്ട് അമേരിക്കയുമായി ഡീൽ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യത്തോട് വളരാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഈ സമയത്ത് പോയി മത്സരിക്കാന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്ക് കുറച്ച് ദേഷ്യം തോന്നിയാലും ചാണക്യം പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ അത് പ്രകടിപ്പിക്കരുത്. അത് ശത്രുവിന്റെ കോപം വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ശത്രു നമ്മളെക്കാൾ ശക്തനും നമ്മൾ ശത്രുവിനേക്കാൾ ദുർബലനുമാണെങ്കിൽ നമ്മൾ ഉചിതമായ സമയം വരെ കാത്തിരിക്കുക. അവിടെ നയപരമായിട്ട് ഡിപ്ലോമസി തന്നെയാണ് പ്രധാനപ്പെട്ട വഴി. ചാണക്യന്റെ തന്ത്രങ്ങളിൽ പറയുന്നുണ്ട് സാമം, ദാനം, ഭേദം, ദണ്ഡം എന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ പീസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അലയൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മൾ ഡയലോഗിന് പ്രാധാന്യം കൊടുക്കും. നമ്മൾ വളരെ സമാധാനത്തിന്റെ പാതയിൽ ശ്രമിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡിപ്ലോമസി മാത്രം വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ദാനമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അവർക്ക് കൊടുത്ത് കയ്യിലെടുക്കാൻ ശ്രമിക്കും. അതാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് 100 കോടിയും 200 കോടിയും ഒക്കെ സഹായം കൂടി കൊടുക്കും. കാരണം അവിടെ നമുക്ക് ഡയലോഗ് മാത്രം പോരാ, കുറച്ച് പൈസയും കൂടെ കൊടുത്താലേ അവരെ കൂടെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൊടുക്കും. അതുപോലെ ട്രേഡ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കും, ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യും, കൂടുതൽ ഇൻഫ്ലുവൻസ് നമുക്ക് അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. അടുത്തതെന്ന് പറയുന്നത് ഭേദമെന്നാണ്, അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്നാണ്. അതും ഇന്ത്യയും മറ്റു പല രാജ്യങ്ങളും പലപ്പോഴും പയറ്റിയിട്ടുള്ള കാര്യം തന്നെയാണ്. അവസാനത്തേതാണ് ദണ്ഡ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻ എന്ന് പറയുന്നത്. ഡിപ്ലോമസി വർക്ക് ചെയ്യാതെ ഒരു തരത്തിലും നമ്മുടെ നീക്കങ്ങൾ നടക്കുന്നില്ല എന്ന് ബോധ്യമായാലാണ് നമ്മൾ അവിടെ മിലിറ്ററി ആക്ഷനിലേക്ക് പോകുന്നത്. എന്നാൽ എല്ലാ രാജ്യങ്ങളോടും നമുക്ക് മിലിറ്ററി ആക്ഷന് പോകാൻ പറ്റുമോ? ഇല്ല. നമുക്കൊപ്പം ശക്തിയുള്ള രാജ്യങ്ങളോടും മിലിറ്ററി ആക്ഷന് പോകുന്നത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ പാടുള്ളൂ. നമ്മളെക്കാൾ ശക്തനായ രാജ്യത്തോട് 100% കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ മിലിറ്ററി ആക്ഷന് പോകാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ശക്തി നേടുക എന്നതിനായിരിക്കണം പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അവിടെയാണ് ഉപേക്ഷ അഥവാ സ്ട്രാറ്റജിക് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. കൂടാതെ ചാണക്യൻ തന്നെ പറയുന്നുണ്ട്, നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളിലും ശത്രു രാജ്യങ്ങളിലും അത്തരമൊരു ഇന്റലിജൻസ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്നും ചാണക്യൻ പറയുന്നുണ്ട്. ഇവിടെ നരേന്ദ്രമോദി
പക്ക ഫോളോ ചെയ്യുന്നത് ചാണക്യന്റെ തന്ത്രങ്ങൾ തന്നെയാണ്. ഇവിടെ അമേരിക്കയുമായിട്ട് നമ്മളിപ്പോൾ വഴക്കല്ല ഇടേണ്ടത്. കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ അവിടെ അടിച്ചോളും. നമ്മൾ അതിൻ്റെ ഇടയിൽ പോയി തലവെച്ച് കൊടുക്കുകയേ വേണ്ട. മിണ്ടാതെ നിന്നു കൊടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ ട്രംപ് പറയുന്നെങ്കിൽ പറഞ്ഞിട്ടങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. നമുക്കൊരു ചുക്കും സംഭവിക്കാനില്ല. നമ്മൾ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് യുഎസുമായിട്ടുള്ള ട്രേഡിലാണ്. യുഎസുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും കരാർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊന്നും ഉണ്ടാക്കുക. ട്രംപുമായിട്ട് നൈസിനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ പരമാധികാരം നമ്മൾ എവിടെയും പണയം വയ്ക്കുന്നുമില്ല. അതായത് ഇന്ത്യയുടെ പരമാധികാരമോ ആത്മാഭിമാനമോ പണയം വെച്ചിട്ടില്ല. മറിച്ച് നമ്മൾ നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ യുഎസും വിട്ടുവീഴ്ച കുറെ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റുകൾക്ക് ഒരുപാട് നമ്മൾ നികുതി ഏർപ്പെടുത്തിയപ്പോഴും അവരൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളവുകൾ ചെയ്തു കൊടുക്കുക, അവരുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുക, മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുണ്ടാക്കുക. അല്ലാതെ ഇവിടെ അവരെ പോയി വെല്ലുവിളിച്ച് ചൈന കാണിച്ച ബുദ്ധിമോശം നമ്മൾ കാണിക്കരുത്. ഇനി ചൈനയും അമേരിക്കയും തമ്മിൽ മത്സരിക്കട്ടെ, അവർ തമ്മിൽ അടിക്കട്ടെ, എങ്കിലേ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ശക്തമായിട്ട് വളരാൻ സാധിക്കൂ. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒപ്പം എത്തുന്ന ഒരു സമയത്ത് അന്നാണ് ട്രംപ് ഇതുപോലുള്ള ഡയലോഗ് പറഞ്ഞുകൊണ്ട് വരുന്നെങ്കിൽ പോയി പണി നോക്കാൻ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.